വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ധനക്കൂട്ടാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ തര ധാന്യങ്ങളും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, കടല, നിലക്കടല, അതുപോലെ തന്നെ മുതിര, ചെറുപയർ. കുതിർന്നിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ. ആദ്യം മിക്സിയിലേക്ക് കുറച്ച് കോരിയിട്ട് അത് നന്നായി അരച്ചെടുക്കണം. അതിനു മുമ്പായി കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരക്കുവാൻ. ആദ്യം ഫസ്റ്റ് ഞാനിട്ടു, രണ്ടാമത് ഞാനിട്ടു. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക, കൂടുതലാകരുത്. എന്നിട്ട് അതടച്ച് വെച്ച് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നന്നായി അരക്കണം. പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ മാത്രം അതെടുക്കുക. അത് എടുത്തിട്ട് പിന്നീട് ഇപ്പോൾ ഏകദേശം എൻ്റെത് പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഞാനത് എടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ ഇത് സെർവ് ചെയ്തു. ഇനി നമുക്കിത് അപ്പമായി ചുടണം. അതിനു വേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് അതിന് മുകളിൽ വെച്ചു. ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഒലിവ് ഓയിലാണ്. എനിക്ക് ഒലിവ് ഓയിൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒലിവ് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ചട്ടിയുടെ 4 വശവും നന്നായി പുരട്ടുക. പാകത്തിന് മാത്രം എടുത്ത് ചട്ടി ചൂടായതിനു ശേഷം ചട്ടിയിലോട്ട് ഒഴിക്കുക. സാധാരണ ദോശമാവ് ഒഴിക്കുന്ന പോലെ, ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. എല്ലാ കടലകളും ചേർത്ത് അരച്ചെടുത്തതാണ് ഈ ധനക്കൂട്ട്. ഇത് വളരെയധികം ആരോഗ്യത്തിന് ഗുണം പിടിക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കണം. ധനക്കൂട്ടിൽ ഇനിയും വേണമെങ്കിൽ ധാന്യങ്ങൾ ചേർക്കാം. എനിക്ക് കിട്ടിയ ചില കൂട്ടുകൾ മാത്രം ചേർത്ത് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഈവനിങ് ടൈമൊക്കെ ഒരു സ്നാക്സായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.